ചട്ടമ്പി കല്യാണി. രചന ദിയ ദേവേന്ദു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് കല്ല് ഉണരുന്നത്. കണ്ണു ചിമ്മി തുറന്നു നോക്കിയപ്പോൾ സൈഡിലൊരു പെൺകുട്ടി. നേരത്തെ കാറിലുണ്ടായിരുന്ന കുട്ടിയല്ലേ ഇത്? വാ ചേച്ചി ഇറങ്ങി, ഒരു ചിരിയോടെ പറഞ്ഞ് അവൾ കല്ലുവിന് കാറിന്റെ ഡോറ് തുറന്നു കൊടുത്തു. കല്ലുവിന് ഇറങ്ങിക്കഴിഞ്ഞാണ് സ്ഥലകാലബോധമൊക്കെ വരുന്നത്. ചുറ്റും കുറെ ആളുകൾ അവിടെ എവിടെയായി ഉണ്ട്. കാശിയും ജഗ്ഗുവും ദേവനങ്ങളൊക്കെ ആരോടൊക്കെ സംസാരിച്ച് നിൽക്കുന്നു. ആ പെൺകുട്ടി ഇപ്പോഴും അതേ ചിരിയോടെ സൈഡിൽ നിൽക്കുന്നുണ്ട്. ചേച്ചി വായു. അവൾ കല്ലുവിന്റെ കയ്യിൽ പിടിച്ച് നടന്നു. അവർ നടന്ന് വീടിന്റെ പടിക്കിലെത്തിയപ്പോൾ ദേവി നിലവിളക്കും പിടിച്ച് വരുന്നത് കണ്ടു. ആ നേരം കൊണ്ട് കാശിയും ജഗ്ഗുവും ബാക്കിയുന്നവരും ക്യാമറ ചേട്ടന്മാരും എല്ലാവരും അവിടെ അണിനിരന്നു. അമ്മായിയാണെന്ന് തോന്നുന്നൊരു അമ്മായി കല്ലുവിന്റെ കാലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. ആരതി ഒഴിഞ്ഞു കഴിഞ്ഞ് ദേവി കല്ലുവിന് നേരെ വിളക്ക് നീട്ടി. അവൾ കാശിയൊന്ന് നോക്കി വിളക്ക് വാങ്ങി വലത് കാൽ വെച്ച് പടി കയറി. ഹാളിലെത്തിയതും കല്ലു നിന്നു. എവിടെ പൂജാമുറി? എവിടെ? ഈശ്വര, ഇതെവിടെ കൊണ്ടുപോയി വെക്കും? ആരെങ്കിലും ഒന്ന് വഴി പറഞ്ഞതാടേ. പയ്യെ തലയിരിച്ച് കാശി നോക്കിയപ്പോൾ അവൻ കണ്ണുകൊണ്ട് മുന്നിലേക്ക് കാണിച്ചു. കല്ല് അങ്ങോട്ട് നോക്കി. അവിടെ ഒരു കൊച്ചു സ്പേസിൽ പൂജാമുറി സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് വിട്ടടിച്ചൊരു പോക്കായിരുന്നു. ഒപ്പം താൻ കാശിക്ക് ഓട്ടോ പിടിക്കേണ്ടി വന്നെന്നാണ് തോന്നിയത്. പ്രാർത്ഥിച്ച ശേഷം കണ്ണൂർ നോക്കിയ കല്ലുവാണെന്ന് തൊഴുകയ്യോടെ നിൽക്കുന്ന കാശിയാണ്. നോക്കി നിൽക്കാനൊന്നും സമയം കിട്ടിയില്ല. അതിനുമുമ്പ് ആരിക്കോ ആ വഴി വന്നു. അതോടെ കാശി ഇറങ്ങി. പിന്നെ മധുരം കൊടുപ്പ് തുടങ്ങി. അത് കഴിഞ്ഞ് ഏതോ ആന്റിമാരെല്ലാം കൂടി കല്ലുവിനെ വളഞ്ഞു. സ്വാഭാവികം. ഏപ്രിൽ 1 എല്ലാവരും ഫൂള് കളിച്ചിറക്കുമ്പോൾ നമ്മുടെ ബാങ്കുകാരൊക്കെ ചെയ്യുന്ന പണിയാണ് അവരിപ്പോൾ ചെയ്യുന്നത്. കണക്കെടുപ്പേ. ഇത് എത്ര പാനുണ്ട് മോളെ? ഇതോ? ഈ വളയോ? ഈ ഡിസൈൻ ഏതാ? ആന്റിമാർ സ്കോർ ചെയ്യുകയാണ്. കല്ലു അമ്പഴങ്ങി വിങ്ങിയ പോലെ മിഴിച്ചു നോക്കി നിൽപ്പുണ്ട്. കുട്ടിക്ക് നോ ആൻസർ. സ്വർണ്ണക്കടയിൽ അത് പോകുമ്പോൾ കൂടെ പോകുന്ന തന്നെ അവർ തരുന്ന ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ അലമാരിലേക്ക് നേരെ ചുവന്ന് നോക്കിയിട്ട് കൂടിയില്ല. പിന്നല്ലേ ഇത്? ഇതൊക്കെ സ്വർണം തന്നെയാണോ വെച്ചേ? ലൗഡ മൗനതം കണ്ട് കൂട്ടത്തിൽ എക്സ്പയറി ഡേറ്റ് ആവാറായ ഒരു സാധനം ചോദിച്ചു. കല്ലൂനെ എവിടുന്ന് വാങ്ങി ഇരച്ച് കയറി. ബാലയായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയായി കാണുന്നൊക്കെ. എന്നിട്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഹൗ ഡെയർ ദിസ് പഞ്ഞ കിളവി. കല്ലുവിന്റെ മുഖമൊക്കെ ചുവന്ന് വരുന്നാണ്ട് അവരൊന്ന് പേടിച്ചു. അവരുടെ ഭാഗത്തിന് ദേവി വന്നവൾ വിളിച്ച് ഫ്രഷ് ആവാൻ വിട്ടു. വീണ്ടും ആ പെൺകുട്ടി വന്നു. അവളെ സഹായിച്ചു. ചേച്ചിക്കെന്നെ അറിയില്ലല്ലോ, ഞാൻ കീർത്തന. എല്ലാവരും പാറൂന്ന് വിളിക്കും. ഇവിടുത്തെ അമ്മയുടെ ആങ്ങളയുടെ മോളാ. അവൾ സ്വയം പരിചയപ്പെടുത്തി. കല്ലു പെട്ടെന്ന് തന്നെ അവളുമായി കൂട്ടായി. അവൾ കല്ലുവിനെ കാശിയുടെ മുറിയിലേക്കാണ് കൊണ്ടുപോയത്. റിസപ്ഷന് പെട്ടെന്ന് റെഡി ആവേണ്ടതുകൊണ്ട് വേഗം തന്നെ ഡ്രസ്സ് ഓർണമെന്റ്സ് മാറ്റി അവളെ ഫ്രഷ് ആവാൻ വിട്ടു. കല്ലുവിന് മേക്കപ്പ് കഴുകി കളഞ്ഞപ്പോഴാണ് സമാധാനമായത്. ആ സന്തോഷത്തിൽ ഇറങ്ങി വരുമ്പോഴാണ് റൂമിൽ വേറൊരാൾ നിൽക്കുന്നത്. ഇതാരപ്പാ? ഞാൻ ബ്യൂട്ടീഷ്യനാ. മോൾക്ക് മേക്കപ്പ് ചെയ്യാൻ വന്നാ? വാവ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ. പാറു കല്ലുവിന്റെ ഭാഗം കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നു. അവളോട് പറഞ്ഞിരുന്നു കല്ലുവിന് മേക്കപ്പിനോടുള്ള സ്നേഹം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഓടിപ്പോയി ലഹങ്ക എടുത്തിട്ട് വന്നിരുന്നു. അപ്പോൾ തന്നെ പുഷ്പലത ചേച്ചി കലാവിരുത് പ്രകടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അസ്വസ്ഥതകളുടെ 1 മണിക്കൂറിന് ശേഷം കല്ലുവിനെ ചേച്ചി ഒരു ദേവതയെ പോലെയാക്കി. മിനിമൽ മേക്കപ്പ്, മുടിയിൽ കഴുസും എഴുസും ഇട്ടു. അടിപൊളി, പാറു പറഞ്ഞു. അവൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസപ്ഷന് പോകാനുള്ള വണ്ടി റെഡിയായി. റിസപ്ഷന്റെ തീം അക്വ ആയിരുന്നു. അക്വ ബ്ലൂ വൈറ്റ് ആയി വേദി ഫുൾ അലങ്കരിച്ചിരുന്നു. ചെക്കനും പെണ്ണും ടീൽ ബ്ലൂ കളറിൽ തിളങ്ങി നിന്നു. ബിസിനസ് രംഗത്തെ പ്രമുഖരാണ് കൂടുതലും പങ്കെടുത്ത്. രാത്രി 9 മണിയോടെ പാട്ടും ഡാൻസും കഴിഞ്ഞ് എല്ലാത്തിനെയും പാക്കപ്പ് ആക്കി. തിരികെ വീട്ടിലെത്തിയപ്പോൾ 10 മണി. കല്ലുവിരുന്ന് ഉറക്കം തൂങ്ങുന്ന കണ്ട് ദേവി വേഗം അവളെ വിളിച്ചുകൊണ്ടുപോയി. കല്ലു മേക്കപ്പ് കഴുകിക്കളഞ്ഞ് കുളിച്ചു വന്നപ്പോൾ ദേവി അവൾക്ക് സെറ്റും കൊണ്ട് ഉടുപ്പിച്ചു കൊടുത്തു. അതെന്തിനാണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ ചോദിക്കാനൊന്നും പോയില്ല. കയ്യിലൊരു പാൽ ഗ്ലാസും കൊടുത്ത് അവളെ പാറുവിനെയും കൂട്ടി മുറിയിലേക്ക് വിട്ടു. പാറു അവളെ മുറിയിലാക്കി ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് കഥ അടച്ച് പോകുന്നൊക്കെ കല്ലു ഒരു പാതി ബോധത്തിൽ കേട്ടു. എന്നുറങ്ങുന്നതിന് മുമ്പ് കഴുകുന്ന ശീലമുള്ളത് കൊണ്ട് കല്ലു മറന്നില്ല. നേരെ വാഷ്റൂമിൽ ചെന്ന് മുഖം കഴുകി. വെള്ളം തട്ടിയപ്പോൾ കുറച്ച് ബോധം വന്നു. അവൾ മുന്നിലെ കണ്ണാടിയിലെ സ്വന്തം രൂപത്തെ നോക്കി. ദേവിയേ! അറിയാതെ വിളിച്ച. കല്ലു സെറ്റ് മുണ്ടൊക്കെ പിടിച്ചു നോക്കി. ഇത് ആദ്യരാത്രി കോസ്റ്റ്യൂം അല്ലേ? അപ്പൊ ഇന്ന്? അവൾക്ക് ചേച്ചിമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. കല്ലുവിനെ എവിടുന്നോ അപായമണി മുഴങ്ങുന്ന കേൾക്കാം. അവൾ കതക് തുറന്ന് ഓടി മുറിയിലെത്തി. ഡ്രസ്സ് മാറിയാലോ? എവിടെയാണോ ഇരിക്കുന്നത്? മുന്നിലൊരു അലമാരയും പിന്നിലൊരു കബോർഡും ഉണ്ട്. ഏതിലായിരിക്കും? അലമാര നോക്കി, തുറക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ താക്കോൽ എവിടെ? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ നേരം പുറത്തൊരു കാൽപെരുമാറ്റം കേട്ടു. അതോടെ ആ ശ്രമം ഉപേക്ഷിച്ച് കബോർഡ് തുറന്നു. കയ്യിൽ കിട്ടിയൊരു ബനിയനും ഷോർട്ട്സ് എടുത്ത് ഓടി വാഷ്റൂമിൽ കയറി. ഡ്രസ്സ് മാറി കതക് തുറന്ന് തല പുറത്തിട്ട് നോക്കി. അവിടെ ആരുമില്ല. അപ്പോൾ വന്നില്ലേ? എന്തേലും ആവട്ടെ. ഇറങ്ങി വന്ന് മാറിയ ഡ്രസ്സ് ബാസ്ക്കറ്റിലിട്ട് മുടി ബൺ കെട്ടി വെച്ച്. കൊള്ളാം. അവൾ സ്വയം ഒന്ന് വിലയിരുത്തി. ഇപ്പൊ കണ്ട ആർക്കും ഒന്ന് പീഡിപ്പിക്കാൻ തോന്നും. ഇതിലും ഭേദമായിരുന്നു ആ സാരി. വീണ്ടും ആ കാലടി ശബ്ദം. അയ്യാ! കല്ല് ഓടിപ്പോയി ബെഡിൽ കിടന്ന് കമ്പിളി എടുത്ത് ചുറ്റി അനങ്ങാതെ കിടന്ന്
ഇതേ സമയം പുറത്ത് കാശിമോനെ ആൾ ദി ബെസ്റ്റ്. സായി. കാശി ഒഴികെല്ലാം വെള്ളത്തിലാണ്. ജഗു നേരത്തെ മുറിയിൽ കയറി കഥകടച്ചു. താമസിച്ചാലും ഹിന്ദി നടി പിണങ്ങിപ്പോയാലോ. ദയവേട്ടം വന്ന് ചീത്ത പറഞ്ഞ് കാശിയെ മുറിയിലേക്ക് വിട്ടു. പോണ വഴി കാശിയുടെ മനസ്സ് കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്നു. പണി കൊടുക്കാൻ നേരമായി. അവൾ സെറ്റുപറ്റി പാൽ ഗ്ലാസ് പിടിച്ച് കയറിപ്പോന്ന് കണ്ടതാണ്. ഇപ്പൊ അതുമായി കാത്തിരിക്കുന്നുണ്ടാവും. മുറിയിൽ ചെല്ലുന്നു. കബോർഡിലെ ഡ്രസ്സ് എടുത്ത് ചേഞ്ച് ചെയ്ത് വരാൻ പറയുന്നു. അവളത് കണ്ട് അന്തം വിടുന്നു. ഇതൊന്നും ഇട്ട് ശീലമില്ലെന്ന് പറയുന്നു. പറ്റില്ല, ഇട്ടേ പറ്റൂ എന്ന് പറയുന്നു. അവൾ കരയുന്നു, കുളമാവുന്നു. അതോട് ഒളിച്ചു വെച്ചിരിക്കുന്ന ചുരിദാർ എടുത്ത് കൊടുക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. വാവ്, എത്ര മനോഹരമായി നടക്കാത്ത സ്വപ്നം അല്ലേ ഞാൻ. അങ്ങനെ പ്രതീക്ഷയോടെ ഹാൻഡിൽ തിരിച്ച് കഥ തുറന്ന് കാശി കാണുന്നു മമ്മി പോലെ കട്ടിൽ കിടക്കുന്ന രൂപത്തെ. വാട്ട് എ വിരോധാഭാസം. ഇതിങ്ങനെയൊന്നും അല്ലടാ. അവന്റെ മനസ്സവനോട് മന്ത്രിച്ചു. ചിലപ്പോൾ ഉറക്കം വന്നിട്ടാവും. കാശി പുതിയ കണക്കൂട്ടുകൾ നടത്തി മുന്നോട്ട് നടന്നു. കണ്ണിപ്പോഴും അവളിൽ തന്നെയാണ്. ഇനി പുതപ്പിനടിയിലെ കല്ല്. ചെറിയൊരു ഓട്ടയിട്ട് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഇയാളെന്താ ഇങ്ങോട്ട് വരുന്നു? ഓ ഗോഡ്, ഇതാത് തന്നെ. ആ നോട്ടത്തിൽ തന്നെ ഒരു വശപ്പശക്കുണ്ടല്ലോ. കാശി അടുത്തെത്തി. ഇനിയും പ്രതികരിക്കാതിരുന്നാൽ നിനക്കെല്ലാം നഷ്ടപ്പെടും. പ്രതികരിക്കൂ കല്ലു, പ്രതികരിക്കൂ. ഉയരാത്ത നാവും പൊങ്ങാത്ത കൈകളും അടിമത്തത്തിന്റെ ലക്ഷണങ്ങളാണ്. കമോൺ കിക്ക്. അവളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തു. കാശി കട്ടിലിന്റെ അടുത്ത് വന്ന് കൈ നീട്ടി. അവളുടെ പുതപ്പിൽ തൊട്ടില്ലെന്നായതും കരിയില പറത്തി ഉയർന്നു വന്ന സലീം കുമാറിനെ പോലെ പുതപ്പുറത്തി കല്ല് ഉയർന്നു പൊങ്ങി കാല് നീട്ടി ഒറ്റ ചവിട്ട്. അയ്യോ! കാശി തേന്ന് ഇഞ്ചിൻ തടവി നിലത്ത്. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായെന്നറിയാൻ അവൻ വെറുതെ ഒന്ന് തലപൊക്കി നോക്കി. കട്ടിൽ കൈകൾ ക്രോസ് ചെയ്ത് കരാട്ടെ പൊസിഷനിൽ ഇരിക്കുന്ന പ്രിയ പത്നി. അവൻ വാങ്ങി വെച്ച ടീഷർട്ടും ഷോർട്സും ഇട്ട് മുടി മെസ്ബൺ ചെയ്ത് മറ്റ് സമയങ്ങളൊന്നുമില്ലാതെ കണ്ണുരുട്ടി കലിപ്പിച്ച് നോക്കുന്നു. ഇതാരാ? എന്റെ ഭാര്യ എവിടെ? ചോദിക്കണമെന്നുണ്ട്. ആരോട് ചോദിക്കാൻ? ആര് പറയാൻ? അവളെ തന്നെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അടുത്ത ഡയലോഗ് വന്നു. എന്നെ ഞാൻ തൊട്ടതിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും. അവൻ നോക്കുന്നുണ്ട്. അവൾ പുതപ്പെടുത്ത് മേത്തുവിറ്റി. പിന്നെ ഒരു നിമിഷം പാഴാക്കാതെ കാശി എങ്ങനെ ഉരുണ്ട് പിടഞ്ഞെണീറ്റ് പുറത്തേക്ക് ഓടി. കഥയിൽ ആരോ തട്ടുന്നിട്ടാണ് ജഗ്ഗു കണ്ണു തുറന്ന്. ഇത്ര രാവിലെ തന്നെ നേരം വെളുത്തോ? അവൻ കണ്ണു തിരുമ്പി നോക്കി. ക്ലോക്കിൽ 11 മണി. വീണ്ടും തട്ടുന്നു. ഇതാര ഈ നേരത്ത്? ജഗ്ഗണീറ്റ് കഥ കിടന്നു. ക്ലാ 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 ക്ലീ ക്ലീ ക്ലൂ 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 ക്ലൂ. മുന്നിലൊരു കാശി, മുഖത്തൊരു അന്താളിപ്പ്. നന്നായി കിതക്കുന്നുണ്ട്. ഈ പാതിരാത്തി ഇയാളെ വല്ല പട്ടി ഓടിച്ചോ? എന്താട്ടാ? എന്തുറ്റി? ആ പെണ്ണിന് ഭ്രാന്താളാ. ആർക്ക്? കല്ലുവിനോ? ആ ജഗ്ഗുവിനൊന്നും മനസ്സിലായില്ല. ഏട്ടിനിങ് വന്നേ. ജഗ്ഗുവിനെ പിടിച്ചകത്ത് കസേരയിലിരുത്തി കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു. കാശി അത് മുഴുവൻ കുടിച്ചു. ഇനി പറ, എന്താ സംഭവിച്ചത്? കാശി അവിടെ നടന്ന മുഴുവൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ജഗ്ഗുവിനെ കാണുന്നില്ല. ഇവനിത് എവിടെ പോയി? കോഴി വെക്കുന്ന ശബ്ദം കേട്ട് നോക്കുമ്പോൾ അവൻ താഴെ കിടന്ന് വയറും പൊത്തി പിടിച്ചിരിക്കുന്നു. കല്ല് കൊടുത്ത ചവിട്ട് കാശി അവനിട്ട് കൊടുത്തു. അതോടെ ചിരി നിർത്തി അവൻ നല്ല കുട്ടിയായി എണീറ്റിരുന്നു. എന്തിനാണ് പട്ടി കിണിക്കുന്നേ? ഏട്ടാ വിചാരിക്കുന്ന ആളല്ല കല്ലു. അതേ കല്യാണിയല്ല, ചട്ടമ്പി കല്യാണിയാ. വീണ്ടും ചിരി തുടങ്ങി. എന്തോന്ന് വെച്ചാ തെളിച്ചു പറടാ. കൂടുതൽ തെളിക്കാനൊന്നുമില്ല, ഒക്കെ വഴിയെ മനസ്സിലായിക്കോളൂ. ഇപ്പൊ പോയി കിടന്നുറങ്ങ്. എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങി. ഞാനിനി അങ്ങോട്ട് പോവില്ല. കാശി കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞു. എന്നാ ഇവിടെ കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ ഉറങ്ങി. കാശി പിന്നെ ഒന്നും ഇണ്ട അവിടെ കിടന്നു. തൊട്ടടുന്നും ജഗ്ഗുവിന്റെ കൂർക്കം വരെ വരുമ്പോഴും കാശിയുടെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. ഇതാരീ മുറിയിൽ ഇത്രയും ജനൽ കൊണ്ടുവച്ച് വെട്ടം കാരണം മനുഷ്യന് ഉറങ്ങാനും പറ്റുന്നില്ല. പുല്ല്. കല്ലു തലയിനെടുത്ത് തലമൂടി കിടന്നു. അല്ല, രാധുമെന്താ വിളിക്കാത്തേ? അല്ലെങ്കിൽ ചെറിയ വെട്ടം വീഴുമ്പോ ഉച്ചയായെന്ന് പറഞ്ഞ ഒന്ന് വിളിക്കുന്നതാണല്ലോ. അതേ കിടപ്പിൽ കിടന്ന് അവൾ ആലോചിച്ചു. ആരും ഇത്ര വെളുപ്പിന് ഫോൺ വിളിക്കുന്നത്? കല്ല് കണ്ണു തുറക്കാ കയ്യെത്തിച്ച് തപ്പി ഫോണെടുത്ത് ചെവി വെച്ച്. നീ ഇതുവരെ എണീറ്റിലേ വച്ചേ? കല്ലു ഞെട്ടി കണ്ണു തുറന്നു. രാധുമെന്താ ഫോണില്? ഡീ ആ എന്താ അമ്മ? നീ എണീറ്റില്ലേന്ന്? ഇല്ല, കുറച്ചുകൂടെ കടന്നോട്ടെ പ്ലീസ്. നീ ഇപ്പൊ എവിടെയാന്ന് എനിക്കറിയോ? ആ, നമ്മുടെ വീട്ടില്. ഓ, ഇതിനെ കൊണ്ടൊക്കെ. എടി, നിന്റെ കല്യാണം കഴിഞ്ഞൊക്കെ നീ മറന്നോ? ആ, പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്ല് ഉറക്കപ്പിച്ചിൽ ഒന്നുകൂടിയും പുതച്ച് ഒന്ന് തിരിഞ്ഞു കിടന്നു. തൊട്ടടുത്ത നിമിഷം പുതപ്പും തറയിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ച് എണീറ്റ് കണ്ണുമിഴിച്ചിരുന്നു. അതിനു മാത്രം എന്താപ്പോഴും ഉണ്ടായെന്നാണെങ്കിൽ ആ ഫോണിലൂടെ ഒഴുകി വരുന്ന പച്ചമലയാളം ഒന്ന് കേട്ടു നോക്കൂ. രാധുവിന്റെ ഭരണിപ്പാട്ട് ഒരു നിമിഷം കൂടി താങ്ങാൻ വയ്യാത്തതുകൊണ്ട് കല്ലു ഫോൺ കട്ട് ചെയ്ത് കട്ടിൽ നിന്നിറങ്ങി വാഷ്റൂമിലേക്ക് ഓടി. ഓടടാ ഓട്ടം. കാശി റൂമിലേക്ക് വരുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവളിത് എവിടെ പോയി? അവൻ അത് ആലോചിച്ചുകൊണ്ട് മുറിയിൽ മൊത്തത്തിലും നോക്കി. ആ, എവിടെയും പോട്ടെ, എനിക്കെന്താ.
ആ ഡ്രസ്സ് എടുക്ക അലമാരിലേക്ക് നടന്നു. അലമാരുടെ പിന്നിൽ കൈവച്ച് തലയിൽ ശക്തമായി എന്തോ വന്ന് പതിച്ചു. അമ്മേ! എന്തോട്ടാ? എന്തുപറ്റി? ജഗു പരിഭ്രാന്തിയുടെ ഉറക്കത്തിൽ നിലവിളിച്ച് കാശിയെ തട്ടി വിളിച്ചു. അവളിന് തലക്കടിച്ചു. കാശി വെപ്രാളത്തോടെ പറഞ്ഞു എണീറ്റു. ആര്? ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമല്ലേ ഏട്ടാവുള്ളൂ. ഏട്ടാ സ്വപ്നം കണ്ടാവും. അപ്പോഴാണ് കാശി ചുറ്റും നോക്കുന്നത്. ജഗുവിന്റെ മുറി. ഞാനിന്നലെ ഇവിടെയാണ് കിടന്ന്. അവന്റെ ഓർമ്മയിലേക്ക് തലേന്ന് രാത്രി നടന്ന ആദ്യ രാത്രി ഒരു നടുക്കത്തോടെ കടന്നു വന്നു. അറിയാതെ അവന്റെ കൈ നെഞ്ചിലേക്ക് പോയി. ഏട്ടാ ഓക്കെ അല്ലേ? ജഗുവിന്റെ ചോദ്യമാണ് ആ നടുക്കത്തിൽ നിന്നൊരു മടക്കം കൊണ്ടുവന്ന്. ആ അതേടാ, ഐ ആം ഓക്കെ. ജഗു വീണ്ടും പതച്ചു മൂടി. കാശി അവിടെ നിന്ന് കുറച്ചു നേരം എന്തോ ആലോചിച്ചു. റൂമിൽ പോണല്ലോ. പോവാതിരുന്നെങ്ങനെ ശരിയാവും? അവളവിടെ ഉണ്ടെങ്കിൽ എന്താ, അതെന്നെ മുറിയല്ലേ? എങ്ങാനും അവൾ ഇന്നലത്തെ അതിൻ്റെ ബാക്കി വല്ലതും ചെയ്താലോ? അങ്ങനെ വല്ലതും ചെയ്താൽ ഞാനെന്തിനു വാങ്ങിക്കൊണ്ടിരിക്കണം? ഞാനെന്താ അവിടെ ചെണ്ടയാണോ? ഇനിയെന്നെ തൊട്ട് അവൾ അനുഭവിക്കും. അവൾക്ക് അറിയില്ലേ കാശി ആരാണെന്ന്. ശരിയാക്കി കൊടുക്കാം ഞാൻ. കാശി മുണ്ട് മടക്കി കുത്തി ഇറങ്ങി കഥ തുറന്ന് സ്വന്തം മുറി ലക്ഷ്യം വെച്ച് നടന്നു. അടഞ്ഞു കിടക്കുന്ന ഡോറിന് മുമ്പിൽ ഒരു നിമിഷം നിന്ന് ഗരുഡം വാസിയേട്ടനെ മനസ്സിൽ ധ്യാനിച്ച് ഐശ്വര്യമായി ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. ഭാഗ്യം ലോക്കല്ല, തുറന്നു പോന്നു. ആ തല മാത്രം ഉള്ളിലേക്കിട്ട് ഒരു ആഗോള വീക്ഷണം നടത്തി. വാൾഡ്രോബ് തുറന്നിട്ട് വായും പൊളിച്ച് നോക്കി നിൽപ്പുണ്ട്. കാശ് ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കയറി. അതിനകത്ത് അവിടെ അമ്മായിച്ചൻ പെറ്റെടുക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കാൻ? അയ്യോ, അതെൻ്റെ അച്ഛനാണല്ലോ. പല്ലൊക്കെ തേച്ച് ഫ്രഷായി ഇറങ്ങിയപ്പോഴാണ് കുളിക്കുന്ന കാര്യം ഓർക്കുന്നത്. രാധമ പ്രത്യേകം പറയുന്ന രാവിലെ കുളിച്ച് അടുക്കളയിൽ കയറുന്നതിനെ പറ്റി. ഇപ്പൊ കൂടാ ഭരണിപ്പാട്ടിൽ എവിടെയോ ഇതേപ്പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഈ തണുപ്പത്ത് കുളിക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. കുറെ നേരം ആലോചിച്ചപ്പോൾ വെള്ളം തളിച്ചിട്ട് ഇറങ്ങാനൊരു ഐഡിയ കിട്ടി. വാൾഡ്രോബ് തുറന്ന് കുളിച്ച് മാറാനുള്ള ഡ്രസ്സ് നോക്കി നിൽപ്പാണ് കാശി വരുമ്പോൾ കാണുന്നത്. കാശി മേശമിലിരുന്ന എന്തോ ഒരു സാധനം എടുത്ത് ശക്തിയിൽ മേശയിലൊന്ന് കുത്തി. ആ ഒച്ചയിട്ട് അവൾ പേടിച്ച് തിരിഞ്ഞു നോക്കണം, അതാണ് ലക്ഷ്യം. അവൾ തിരിഞ്ഞു നോക്കി, പക്ഷെ പേടിച്ചില്ല എന്ന് മാത്രം. ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ കല്ലു കാശിയെ കണ്ടൊന്ന് പൂച്ചിച്ച് തലവെട്ടിച്ച് നേരത്തെ നിന്ന പോലെ നിന്നു. അയ്യേ, കാശി ചമ്മി. കഴിഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞു. ഇപ്പൊ 2-3 പിടി താഴെയാണ് കാശി. അവിടെ നോക്കിയാൽ മുകളിലായിട്ട് നെല്ലിപ്പലക കാണാം. അതവിടെ ഇരുന്ന് അവനെ കൊഞ്ഞനും കുത്തുന്ന പോലെ തോന്നി. അവന് പെരുവിരൽ മുതൽ ഉച്ചി വരെ എന്തോ അരിച്ചു കയറി പോകുന്ന അവൻ അറിഞ്ഞു. അത് വേറൊന്നല്ല, നല്ല ഒന്നാതിനും ദേഷ്യമാണ്. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, തനി സ്വഭാവം പുറത്തെടുത്തോ. ഒരൊറ്റ അലർച്ചയിൽ കല്ലുപോലെ നിന്ന കല്ലുവരെ ഒന്ന് വിറച്ചു പോയി. അവൾ അവനെ അന്തം വിട്ട് നോക്കി. എന്താണ് ഈ മിഴിച്ചു നോക്കുന്നത്? നീ ആരാതാണ് നിന്റെ വിചാരം? പുത്തൂരം വീട്ടിൽ ഉണ്ണിയാർച്ചയോ അതോ ജാൻസി റാണിയോ? ഇവരൊക്കെ ആരാ? കല്ലു ആത്മ. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടടി എന്നെ ചവിട്ടി നീ നിലത്തിട്ട്? കാശി കത്തി കയറുവാണ്. അത് പറഞ്ഞപ്പോഴാണ് കല്ലുവിന് ഇന്നലെ നടത്തിയ ചവിട്ട് നാടകം ഓർമ്മ വന്നു. അയ്യോ, അതപ്പോഴത്തെ ആവേശത്തിനല്ല, മനഃപൂർവ്വമല്ല. ഇനിയിപ്പോ ഇയാളെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കും? അവന്റെ വരവത്ര പന്തിയല്ല. ക്ഷമാപണം നടത്തി രംഗം ശാന്തമാക്കുന്നതാണ് നല്ലത്. ശാന്തമ്മേ, ശാന്തമാക്കിക്കോ. സോറി, ഞാൻ പെട്ടെന്ന് അറിയാതെ ചവിട്ടിപ്പോയതാ. മനുഷ്യനെ നെഞ്ച് ചവിട്ടി പൊളിച്ചിട്ടാണോ അവിടെ ഒരു കോറി? അത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടല്ലേ? എന്താ കിട്ടി? കല്ലൂരിന് പിടിച്ചു കയറാനുള്ള ഒരു വള്ളി കിട്ടി. താന്തിനെ എൻ്റെ അടുത്തൊന്ന് പുതപ്പി പിടിക്കാൻ വന്നേ. കാശി ഒന്ന് പതറിയോ? അതെനിക്ക് തോന്നിയതാണ്, അല്ല പതറി. നന്നായിട്ട് തന്നെ. അല്ലെങ്കിൽ ശരിയാ, അവനടുത്തേക്ക് നിന്നുകൊണ്ടാണല്ലോ അവൾ ചവിട്ടി താഴെയിട്ട്. അതവൻ്റെ മുറി, അവൻ്റെ കെട്ടിലൊന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് കാശി, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തു പറയാനാണ്? ഉറങ്ങിയോന്നറിയാൻ പുതപ്പോക്കി നോക്കാൻ വന്നതാണെന്നോ? മോശം, വളരെ മോശം. ബട്ട് തോറ്റൊടിക്കില്ല. ഇനി അതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. നീ എന്താ ഇത് തുറന്നിട്ടിരിക്കുന്നത്? എടുത്തിട്ട് മാറി, എനിക്ക് കുളിക്കാനുള്ള. ഞാൻ ഇട്ടുമാറാനുള്ള ഡ്രസ്സ് നോക്കിയായിരുന്നു. അവൻ വിഷം മാറ്റി അറിയാൻ കല്ലു ബാക്ക് ടു തപ്പൽ. കാശിക്ക് ആശ്വാസം. നിന്റെ ഡ്രസ്സെല്ലാം ഇരിക്കുന്നൊക്കെ അതെടുത്തൂടെ? അതിന് ഇതുപോലെയുള്ളതാ. ഇതിട്ട് എങ്ങനെ താഴേക്ക് പോകുന്നേ? അവൻ അവളിട്ടിരിക്കുന്ന ഡ്രസ്സ് ഒന്നുകൂടി നോക്കി അവനോട് പരിതപിച്ചു. അപ്പോഴത്തെ അവളുടെ മുഖം കണ്ട് പാവം തോന്നിയിട്ടെന്തോ കാശി വാർഡ്രോബിന് താഴെയുള്ള തട്ടിലേക്ക് ചൂണ്ടിക്കാട്ടി. ദാ അവിടെ നോക്ക്. ആളവിടെ തപ്പി കുറെ ചുരിദാറും ധാവണിയും കിട്ടി. അയ്യേ, എന്താ ഇതൊക്കെ എങ്ങനെയാ ഇടുക? അതിപ്പോ ഞാനിങ്ങനെ അറിയാനാ? നിങ്ങൾ ഇടുന്നവർക്കല്ലേ അതൊക്കെ അറിയും. അതല്ല, ഇതൊക്കെ എങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനാ? സാധാരണ നടക്കുന്ന പോലെ കാൽപാദം മുകളിൽ വെച്ച് പതുക്കെ നടന്നാൽ മതി. എനിക്കിതൊന്നും ഇടുന്ന ഇഷ്ടമല്ല. വാട്ട്? അപ്പൊ ഞാൻ കാണുമ്പോഴേക്കും നീ ഇതൊക്കെ ആയിരുന്നല്ലോ ഇട്ടുകൊണ്ട് നടന്നത്? അതൊക്കെ അമ്മ നിർബന്ധിച്ചിട്ടാ, അല്ലാണ്ട് എനിക്ക് ഇഷ്ടമായിട്ടൊന്നല്ല. കണ്ടറിവിനേക്കാൾ വലുതാണ് കല്ലു എന്ന സത്യം. കാശിയുടെ മനസ്സ് ജീവിതവും യാഥാർത്ഥ്യവുമായിട്ടുള്ള മൽപ്പിടുത്തത്തിലാണ്. പതുക്കെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക്. എന്താ ചെയ്യാ? വീണ്ടും അവളുടെ ദയനീയ മുഖം. ഇപ്പൊ തൽക്കാലം ഇതിൽ നിന്ന് ഏതെങ്കിലും എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് പുറത്തു പോയിട്ട് നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങാം. ഓക്കെ. കല്ലുവിന് സന്തോഷമായി. ചാടിത്തുള്ളി കുളിക്കാൻ പോയി. സോറി, വെള്ളം തളിക്കാൻ പോയി.
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കല്ലുവിനെ കൂട്ടി കാശി പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. കാശി അച്ഛനോടും അമ്മയോടും പറഞ്ഞു. എവിടെ പോവാ? മകനെയും മരുമകളെയും ഒന്നിച്ചേണ്ട സന്തോഷത്തിൽ ദേവൻ അറിയാതെ ചോദിച്ചു പോയി. അത് ഇവൾക്കെന്തോ വാങ്ങാനുണ്ടെന്ന്. ആ പോയിട്ട് വാ മക്കളെ. രണ്ടുപേരെയും നോക്കി ചിരിച്ചിട്ട് പുറത്തിറങ്ങി. അവരുടെ കാർ പോകുന്ന നോക്കി ദേവനും ഭാര്യയും നിന്നു. ദേവി, അത് നമ്മുടെ മകൻ തന്നെയല്ലേടി, മാറിയിട്ടൊന്നുമില്ലല്ലോ. അതേ ഞാൻ പറഞ്ഞില്ലേ കല്യാണം കഴിച്ച അവന് മാറ്റം ഉണ്ടാവുന്നു. നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഇങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവില്ലേ? ഹൗ, വല്ലാത്ത ജാതി മാറ്റം. രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു. വലിയൊരു ആശ്വാസത്തിന്റെ നിറച്ചിരി. മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ കാശി കാറ് നിർത്തി. വാ വേഗം പോയി എന്താ വേണ്ടെന്ന് വെച്ചാൽ വാങ്ങിയിട്ട് വാ. അവൻ അവളെ നോക്കാതെ കാർഡ് അവൾക്ക് നേരെ നീട്ടി. കാർഡ് മേടിച്ചല്ലാതെ അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. എന്താ പോകുന്നില്ലേ? അത് എൻ്റെ കൂടെ ഒന്ന് വരുമോ? അയ്യടാ, തന്നെ പോയിട്ട് എടുത്താൽ മതി, ഞാൻ വരില്ല. എനിക്ക് സെലക്ട് ചെയ്യാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ്, പ്ലീസ്. കാശിക്കന്ന് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാമെന്ന് ഓർമ്മ വന്നു. ഇവളുടെ കൂടെ ചെന്നാൽ പെട്ടെന്ന് എടുത്തു വരാം. ഒറ്റയ്ക്ക് വിട്ടാൽ ഇന്ന് മുഴുവൻ പോസ്റ്റ് ആകേണ്ടി വരും. അതുകൊണ്ട് അവനവളൊപ്പം പോയി. വേണ്ട സാധനങ്ങളുടെ പേര് മാത്രമേ കല്ലുവിന് പറയേണ്ടി വന്നുള്ളൂ. സെലക്ട് ചെയ്ത് മുഴുവൻ കാശിയാണ്. അതുകൊണ്ട് ഒരു മണിക്കൂറിലെല്ലാം കഴിഞ്ഞു. ഇങ്ങോട്ട് വന്ന പോലെ തന്നെ അങ്ങോട്ട് രണ്ടുപേരും മൗനമായി തന്നെ യാത്ര ചെയ്തു. വീട്ടിലെത്തിയപ്പോൾ അവരെ കാത്ത് ജഗ്ഗു വാതിൽക്കലുണ്ടായിരുന്നു. കല്ലു അവനൊരു ഇടിയും കൊടുത്ത് കയറിപ്പോയി. നീ ആരെ കാത്തിക്കുക? പിന്നാലെ വന്ന കാശി ജഗ്ഗുവിനോട് ചോദിച്ചു. എൻ്റെ ഷോപ്പിംഗ് വിരോധിയായ ഏട്ടൻ ഷോപ്പിംഗ് പോയെന്ന് പറഞ്ഞ് കാണാമെന്നാ. ഇതിൻ്റെ മറുപടി നീ എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് നല്ലത്. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നേരെ ചെന്ന് നമ്മുടെ മാതാശ്രീയോട് പറഞ്ഞോളൂ. മകനെ നന്നാക്കാൻ വേണ്ടി നമ്മുടെ അമ്മ കണ്ടുപിടിച്ച ഐഡിയ ഇത്. ഞങ്ങളെല്ലാം കൂട്ടുന്നതേ ഉള്ളൂ. എല്ലാവരും കൂടി അറിഞ്ഞുകൊണ്ട് എന്നെ പെടുത്തിയാണല്ലേ. അതിന് ശരിക്കും പെട്ടത് ഏട്ടനല്ലോ, കല്ലുവല്ലേ. എൻ്റെ ഏട്ടനെ തനി സ്വഭാവം എനിക്ക് മാത്രമല്ലേ അറിയൂ. അത് ഞാൻ അവളെ കൂടി അറിയിച്ചു കൊടുക്കുന്നുണ്ട്. കാശി ഒരു കള്ളച്ചിരിയോട് അകത്തേക്ക് പോയി. ഇന്ന് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും, കാത്തിരിക്കാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.